ഏട്ടത്തി സങ്കടപ്പെടണ്ട. ഏട്ടനെ ഞാൻ മലേഷ്യയെ കൊണ്ടുപോയി ചികിത്സിക്കാം. പറഞ്ഞു വരുമ്പോ ഞാനും രോഗിയല്ലേ. ഏട്ടന്റെ അസുഖം മാറ്റിയെടുക്കാം. പക്ഷേ എനിക്കങ്ങനെ ഒരു ചാൻസ് പോലും ഇല്ലല്ലോ. ഏട്ടനെ നമുക്ക് അവിടെ കൊണ്ടുപോയി ചികിത്സിക്കാം. പണവും ഞാൻ മുടക്കിക്കൊള്ളാം. എന്നെ മറികടന്ന് നിനക്ക് നിന്റെ പെങ്ങളെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നീ കണ്ടെത്തിക്കൂടാ. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാൻ അമ്മയോട് പറയുന്നേ. ചന്ദ്ര എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രകാശുമായിട്ടുള്ള കല്യാണം നടക്കണം, ഇല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. അമ്മ അവൾ അത്രയും സങ്കടത്തോടെ എന്നോട് പറഞ്ഞത്. അച്ഛന് മക്കളെക്കാളും വലുത് വാശിയാ. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ മകളെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, ചന്ദ്ര അച്ഛൻ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? മാറടി. ഡാ, നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? ഇവിടെ ഇതൊന്നും ഏശില്ല. ഈ വക വർത്താനവുമായിട്ട് ഈ മുറ്റത്തിന് നിൽക്കുകയും വേണ്ട. പടയും പട്ടാളവും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തായി? ഈ മഹേന്ദ്രൻ കുലുങ്ങിയോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ ആത്മഹത്യാ ഭീഷണിയൊക്കെ നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വച്ചിരുന്നാ മതി. വന്നവരെ വിളിച്ചോണ്ട് പോവാൻ നോക്കടാ. എനിക്ക് വേറെ പണിയുണ്ട്. ആ ഗേറ്റ് അടയ്ക്കണം. അച്ഛാ, ഇതിവിടം കൊണ്ടൊന്നും അവസാനിച്ചെന്ന് കരുതണ്ട. മറുപടി പറയേണ്ടി വരും, എല്ലാത്തിനും പലിശ സഹിതം. ആ ഗേറ്റ് അടയ്ക്കണം. ഒരു ഈച്ച പോലും ഇനി ഇതിനകത്തേക്ക് കയറരുത്. അതെ, മകന്റെ ഒപ്പം പോണോ അതോ എന്റെ ഒപ്പം ജീവിക്കണോന്ന് ആലോചിച്ച് വെച്ചോ നീ. വാ സ്വാമി. ഇപ്പൊ വരും പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ പിള്ളേ. എവിടെ പോയി? വിളിച്ചപ്പോ വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. എനിക്കൊരു സമാധാനമില്ല. ഇനി വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്തപ്പോ പറയുമായിരുന്നല്ലോ. പിന്നെ ഉപേന്ദ്ര സാറും ഉണ്ടല്ലോ. എന്നിട്ട് ഈ പറഞ്ഞവരൊക്കെ എവിടെ? എവിടെയാണെങ്കിലും ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? ഞാനൊന്ന് പോയി തിരക്കിട്ട് വരാൻ സത്യാമ്മേ. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ പോയി നോക്കാം. കുഴപ്പമൊന്നുമില്ല. ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ, ഇറങ്ങേട്ടാ. പതുക്കെ പതുക്കെ പതുക്കെ. ഒരു കുഴപ്പമില്ല. രാഘവേട്ടാ, വാ ഇങ്ങോട്ട് ഇരിക്കേ. എന്താ എന്താ ഉണ്ടായത്? റെയിൽവേ സ്റ്റേഷന്റെ അടുത്തു നിന്നാ ഞാൻ ഏട്ടനെ പിടിച്ചോണ്ട് വരുന്നത്. രാഘവേട്ടൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ടൊക്കെ പോയത്? നീല് പറഞ്ഞേ അവര് വരുന്ന ട്രെയിനിലാന്ന്. ഞാനൊരു കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. കാശില്ലാതെയാണോ ഏട്ടാ ഓട്ടോയിലൊക്കെ കയറി സഞ്ചരിക്കുന്നത്? സുഖമില്ലാത്ത കാര്യമൊന്നും അവര് കാര്യമാക്കില്ല. അവരവരുടെ തനി സ്വരൂപം പുറത്തെടുക്കും. അതിന്
എന്നെ എവിടുന്ന കാശ്? മക്കൾ ട്രെയിനിൽ വന്നാ കാശ് കൊടുക്കാൻ ഞാൻ പറഞ്ഞതാ. എത്ര കാശ് വേണേലും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവര് കേക്കണ്ടേ? ഒരു കാരണമില്ലാതാ അപ്പൊ എന്നെ ഉപദ്രവിച്ചേ. വിഷ്ണു കിടന്ന് വരട്ടെ. എല്ലാവരും മോന്തെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. എല്ലാവർക്കും കൊടുക്കും. ഒന്നിനെ വെറുതെ കൊടുത്തോ. നോക്കൂ. ആ എടുത്തി ഏട്ടന് ഓർമ്മക്കുറവ് മാത്രമല്ല, മാനസികമായിട്ട് ചില പ്രശ്നങ്ങളും ഉണ്ട്. നോക്കോ, എല്ലാവരെയും നോക്കോ. എന്റെ മോൻ ഇങ്ങോട്ട് വന്നോട്ടെ. സാറേ, എടാ പിള്ളേ, താര ഗ്ലാസ് വെള്ളം എടുത്തോ. ആ ഇപ്പൊ കൊണ്ടുവരാം സാറേ. ഇപ്പൊ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് വളരെ വലിയ ആപത്തായിട്ട് മാറും. വിഷ്ണുവിനെ കാണാതായപ്പം മുതൽ തുടങ്ങിയത്. ദിവസം ചൊല്ലുന്തോറും രോഗാവസ്ഥ കൂടുന്നല്ലാതെ കുറയുന്നില്ല. ഏട്ടത്തി സങ്കടപ്പെടണ്ട. ഏട്ടനെ ഞാൻ മലേഷ്യയെ കൊണ്ടുപോയി ചികിത്സിക്കാം. പറഞ്ഞു വരുമ്പോ ഞാനും രോഗിയല്ലേ. ഏട്ടന്റെ അസുഖം മാറ്റിയെടുക്കാം. പക്ഷേ എനിക്കങ്ങനെ ഒരു ചാൻസ് പോലും ഇല്ലല്ലോ. ഏട്ടനെ നമുക്ക് അവിടെ കൊണ്ടുപോയി ചികിത്സിക്കാം. പണവും ഞാൻ മുടക്കിക്കൊള്ളാം. എനിക്കെന്തിനാ ഇനി പണം? ഞാൻ ഏട്ടനോട് ചെയ്ത പാവങ്ങൾക്കെല്ലാം ഞാൻ അങ്ങനെയെങ്കിലും പരിഹാരം കാണട്ടെ. ഏട്ടനോടൊപ്പം ഏട്ടത്തിയമ്മയും പോര്. ഞാനപ്പോ അവിടുത്തെ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങൾ ശരിയാക്കട്ടെ. ഏട്ടനെ ഇപ്പൊ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കേ. ശരീരത്തിന് നീർക്കെട്ടുണ്ടാവാതിരിക്കട്ടെ. എന്നാ സാറേ, മതി മതി. രാഘവേട്ട, എന്ത് പണിയാ ഈ കാണിച്ചത്? അല്ലെങ്കിൽ പോകുമ്പോ പറഞ്ഞിട്ട് പോണ്ടേ? ഇല്ലെങ്കിൽ പിള്ളേ കൂടെ കൂട്ടായിരുന്നില്ലേ? ഏട്ടനോട് വെറുതെ ദേഷ്യപ്പെടേണ്ട. എടുത്തി സംഭവിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടാ, ഞാൻ പോയിട്ടേ പിന്നൊരു ദിവസം വരാം. നോക്കട്ടെ അടുത്ത വരവിന് നമുക്കൊരു യാത്ര പോകാൻ പറ്റുമോന്ന്. എന്നാ വരട്ടെ എടുത്തി അമ്മേ. ശുദ്ധനാ, ഇപ്പൊ ആളാകെ മാറി. പാവാ, എന്ത് സ്നേഹമുണ്ട്. ഇല്ലെങ്കിൽ ആ സമയത്ത് അവള് വരത്തില്ലായിരുന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, സഹോദര സ്നേഹമുണ്ട്. രാഘവേട്ട, കണ്ണടച്ച് ആരെയും അങ്ങനെ വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ഇവനെ, ഈ ഉപേന്ദ്രനെ. ഓ